ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കേരള സിലബസിലെ 9th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ഇയർ 2024 ചോദിച്ച ഹാഫ് ഇയർലിയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്യണം. ഈച്ച് ക്യാരീസ് 2 മാർക്സ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്? 2 മാർക്ക് വീതമാണ്. നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും വിത്ത് ഓപ്ഷൻസ് നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. 2 ഫിഗറും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നത്? ആംഗിൾ എ എന്ന് പറയുന്നതും ആംഗിൾ ആർ എന്ന് പറയുന്നതും രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ക്യൂന് ഈക്വൽ ആണ്. അതേപോലെ തന്നെ എ ബി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഫിഗറിൽ നമുക്ക് കാണാനുണ്ട് 12 സെന്റിമീറ്റേഴ്സ് ആണ്. ബി സി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ എ സി ഈസ് ഓൾസോ ഗീവൻ 9 സെന്റിമീറ്റർ. പിന്നെ അത് മാത്രമല്ല ക്യു ആർ 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്? 2 മാർക്കിന്റെ ചോദ്യമാണ്. പി ആർ ഫൈൻഡ് ചെയ്താൽ 1 മാർക്ക്, പി ക്യു ഫൈൻഡ് ചെയ്താൽ 1 മാർക്ക്. അപ്പോൾ പി ആർ ഈസ് ഈക്വൽ ടു ഡാഷ്, പി ക്യു ഈസ് ഈക്വൽ ടു ഡാഷ്. ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ 2 ട്രയാങ്കിൾ നമ്മൾ ഇപ്പൊ ഇവിടെ ഏതൊക്കെ ആംഗിൾസ് ആണ് പറയുന്നത്? ഇപ്പൊ ആംഗിൾ എ എന്ന് പറയുന്നതും ആംഗിൾ ആർ എന്ന് പറയുന്നതും ഈക്വൽ ആണ് അവിടെ തന്നു അല്ലെ. 2 ട്രയാങ്കിൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആംഗിൾ നമുക്ക് അവിടെ കിട്ടി. പിന്നെ സിമിലർലി ഈ ആംഗിളും സെയിം ആണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ആംഗിൾ ക്രൈറ്റീരിയ വെച്ചിട്ട് 2 ആംഗിൾ, ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിള് മറ്റൊരു ട്രയാങ്കിളിന്റെ 2 ആംഗിൾ ആയിട്ട് ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇത് രണ്ടും എങ്ങനത്തെ ട്രയാങ്കിൾ ആണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ഇത് പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലെ. സൈഡ്സും പ്രപ്പോർഷണൽ ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് പ്രപ്പോർഷണൽ ഒന്നും നമുക്ക് നോക്കണ്ട. ബിക്കോസ് ഇവിടെ ഓൾറെഡി എന്താണ്? എ ബി എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എല്ലാ സൈഡ്സും, ഇവിടെ 3 സൈഡ്സും തന്നിട്ടുണ്ട്. പി ആറും പി ക്യു മാത്രം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ ഈ ഒരു 2 സൈഡാണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ നോക്കി നോക്കൂ, ഇവിടെ 12 ആണ്. നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ സൈഡ്സ് ആണ്. ഇപ്പൊ നോക്കൂ, എ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോ എന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ബി സി ആണ്, ആറിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പി ക്യു ആണ്. അപ്പോ ബി സിയും പി ക്യൂം എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. പക്ഷെ ഇവിടെ സിന്റെ ഓപ്പോസിറ്റ് ആണ് 12. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ പിന്റെ ഓപ്പോസിറ്റ് ആണ് ക്യു ആർ. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കറിയാം ഇവിടെ 12 ആണ് അല്ലെ, ഇവിടെ 4 ആണ്. അപ്പൊ 12ഉം 4 ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 12 കിട്ടുന്നത് അല്ലെ. ഈ 4നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ 12 കിട്ടിയത്. അപ്പോ ഇത് രണ്ടും എന്തായി? സിമിലർ ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് മറ്റേ സൈഡ്സും ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ പി ആർ ഏതിന്റെ ഓപ്പോസിറ്റ് ആണ്? ക്യൂന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ ബിന്റെ ഓപ്പോസിറ്റ് ആണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ബിയും ക്യൂവും സിമിലർ ആണെങ്കിൽ ബിന്റെ ഓപ്പോസിറ്റ് ഉള്ളതും ക്യൂവിന്റെ ഓപ്പോസിറ്റ് ഉള്ളതും എന്താണ്? പ്രപ്പോർഷണൽ ആണ്. സോ 9 കിട്ടിയത് എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കൂ, 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ 12 കിട്ടിയത്. അപ്പൊ ഇവിടെ ഏത് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 9 കിട്ടുക? 3ന്റെ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ വലിയ സ്റ്റെപ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് എഴുതിയാൽ മതി? 3 എഴുതിയാൽ മതി. 3 കാരണം ഈ ഒരു ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ട്രയാങ്കിളിന്റെ 3 ടൈംസ് ആണ് നമുക്ക് ഈ ഒരു വലിയ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. അപ്പൊ അതേപോലെ തന്നെ ബാക്കിയെല്ലാം എഴുതിയാൽ മതി. അപ്പൊ ബി സിക്ക് പ്രപ്പോർഷണൽ ആയിട്ട് പി ക്യു ആണ്. അപ്പോ ഇവിടെയും ഏത് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 6 കിട്ടുക? 2 അല്ലെ. അപ്പൊ ഈ ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാരണം ആറിന്റെ ഓപ്പോസിറ്റ് പി ക്യു ആണ്, അതേപോലെ തന്നെ എന്റെ ഓപ്പോസിറ്റ് ബി സി ആണ്. ദേ ആർ പ്രപ്പോർഷണൽ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? പി ആറും കിട്ടി, എന്താണ്? പി ക്യൂവും കിട്ടി. രണ്ടും കൂടിയിട്ട് എന്തായാൽ മതി? ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ:
The endpoints of one side of a square denotes the number -2, 5 on a number line. എന്താണ് പറയുന്നത്? ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് രണ്ടറ്റം തന്നിട്ടുണ്ട്. ഒരു അറ്റം എന്താണ്? -2 ആണ്. ഒരു അറ്റം എന്താണ്? 5 ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ? അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് എത്രയെന്ന്. അപ്പൊ ഇതിന് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല നമ്മളുടെ എന്താണ്? y മൈനസ് എക്സ് അല്ലേ? ഇത് നമ്മൾ പഠിച്ച മോഡ് ഓഫ് y മൈനസ് എക്സ്. മോഡ് ഇടാൻ കാരണം എന്താണ്? എന്താ മോഡ് നമ്മൾ പറയുന്നത്? ഒരിക്കലും ഡിസ്റ്റൻസ് ഒരിക്കലും എന്തിലാവില്ല? നെഗറ്റീവിലാവില്ല. സംഖ്യയൊക്കെ നെഗറ്റീവിൽ വന്നാലും നമുക്ക് ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവിൽ കിട്ടില്ല. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കാണുക? y മൈനസ് എക്സ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് നമ്മളുടെ എന്താണ്? y ആണ്. സോ എന്ത് ചെയ്താൽ മതി? 5 മൈനസ് 2. അപ്പോൾ അതിന് ഡിസ്റ്റൻസ് എത്ര കിട്ടി? 5 മൈനസ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 7. അപ്പോൾ ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് എത്രയാണ്? 7 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. ഈ സ്ക്വയറിന്റെ ഏരിയ നമുക്കറിയാം. ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? നമുക്കറിയാം എന്താണ്? വശം ഇൻറ്റു സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ വശം ഇൻറ്റു വശം. അപ്പോൾ 7 ആണ് സൈഡ്. 7 × 7 വിച്ച് ഈസ് ഈക്വൽ ടു 49. ഇവിടെ എന്താ കിട്ടുക? 49 കിട്ടും. സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ. ഇവിടെ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 7 ആണ്. അപ്പോൾ ഏരിയ എന്തായിരിക്കും? 7 × 7 49 സെന്റിമീറ്റർ സ്ക്വയർ ആയി. ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 10 പൈ സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഒരു സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ചുറ്റളവിനെ നമ്മൾ പി ഈസ് ഈക്വൽ ടു ഏത് ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? എങ്ങനെ ചുറ്റളവ് കാണുക? ഒരു സർക്കിളിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2πr ആണ് അല്ലേ? അല്ലെങ്കിൽ 2r എന്ന് പറഞ്ഞാൽ 2 റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ πd എന്നും പറയാം. അല്ലെങ്കിൽ dπ അല്ല, നമ്മൾ അധികം πd എന്നാണ് പറയുക. ഏത് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. 2πr ആണ് അല്ലേ? നമ്മുടെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ് 2πr ആണ്. അപ്പൊ അവിടെ ചുറ്റളവ് 2πr എന്ന് പറയുന്നത് ഓൾറെഡി 10 പൈ തന്നിട്ടുണ്ട്, ഗീവൺ ആണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ പൈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ക്യാൻസൽ ആണ്. 2r എന്ന് പറയുന്നതാണ് നമുക്ക് 10 കിട്ടുന്നത്. സോ r എന്തായിരിക്കും? 10 ഡിവൈഡഡ് ബൈ 2 5. റേഡിയസ് എത്ര കിട്ടി? ആൻസർ ഈസ് റേഡിയസ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, 5 സെന്റിമീറ്റർ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഇതിൽ റേഡിയസ് എന്താ കിട്ടിയത്? ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. XY are two natural numbers. X plus y is equal to 18. X into y is equal to 45 അല്ലേ? രണ്ട് സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ 18ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 45ഉം ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x മൈനസ് y എത്ര? ഇതിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നമുക്കറിയാം, നമ്മൾ ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ ഐഡന്റിറ്റി ഒന്ന് ഓർത്ത് വെക്കുക. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4xy ആണ്. എന്തിനാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഈ ആൻസർ ഇവിടുന്ന് പെട്ടെന്ന് കിട്ടും. കാരണം എന്താ വെച്ചാൽ എക്സ് പ്ലസ് വൈ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, ഗീവൺ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. എക്സ് ഇൻറ്റു വൈയും എന്താണ്? ഇവിടെ ഗീവൺ ആണ്. അപ്പൊ അവിടുന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എക്സ് മൈനസ് വൈ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഏത് എക്സ്പ്രഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4xy. ഇത് എവിടുന്ന് കിട്ടിയതാണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്താ നമുക്കറിയാം അല്ലെ? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. അതേപോലെ തന്നെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആവും, ഇത് ക്യാൻസൽ ആവും, മൈനസ് മൈനസ് പ്ലസ് ആവും, 4xy എന്ന് വന്നു. അതിൽ നിന്നാണ് ഈ ഒരു ഐഡന്റിറ്റി നിന്നാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ എഴുതുന്നത്. ഇനി തന്ന വാല്യൂസ് ഒക്കെ ഇവിടെ കൊടുക്കുക. 18 സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ നമുക്ക് ഫൗണ്ട് ചെയ്യാനാണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. 4 × 45.
അപ്പോൾ 18 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 324 മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 180 അല്ലേ. അപ്പോൾ 324 180 പോസിറ്റീവ് ആണ്, അത് ഇവിടേക്ക് ട്രാൻസ്ഫോം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ അല്ലേ. ഈ നെഗറ്റീവ് ഇവിടെ വരുമ്പോൾ എന്തായി മാറും, പോസിറ്റീവായി മാറും. ഇവിടെ എന്ത് കിട്ടും, 144 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് ഇനി സ്ക്വയർ അല്ല വേണ്ടത്, വെറും എക്സ് മൈനസ് വൈ ആണ് വേണ്ടത്. സോ വിൽ ടേക്ക് ദ സ്ക്വയർ റൂട്ട്, വർഗ്ഗമൂലം എടുക്കും. 144 ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആണെങ്കിൽ 144 എന്തിൻ്റെ സ്ക്വയർ റൂട്ടാണ്, 12ന്റെ സ്ക്വയർ റൂട്ടാണ്. സോ 12 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ. നമുക്ക് ഇവിടെ എക്സ് മൈനസ് വൈ കിട്ടി. അപ്പൊ വാട്ട് ഈസ് എക്സ് മൈനസ് വൈ എന്നാണ് ചോദ്യം. നമ്പർ എക്സ് എന്താണ് വൈ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 18 നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് പെയർ ഓഫ് ഇക്വേഷനിൽ. അതേപോലെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 12 ചെയ്തിട്ട് എക്സും വൈയും നമുക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് വാട്ട് ഈസ് എക്സ് മൈനസ് വൈ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ദ വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ ഈസ് 12. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 1ലെ 4 ചോദ്യങ്ങൾ. അതിൽ 4 ചോദ്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എന്തെടുത്താൽ മതി, 3 ചോദ്യങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.